ഞാൻ ടാക്സ് കൂട്ടാത്തത് എന്താണെന്ന് ധനകാര്യമന്ത്രി കൂടിയായ എന്നോട് എല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ടാക്സ് കൂട്ടുന്നതല്ല ഖജനാവ് നിറയ്ക്കാനുള്ള പ്രധാന മാർഗം എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാക്കുക എന്നതാണ്. അതിന് കേരളത്തിന്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റികൾ ഉത്തേജിപ്പിക്കാൻ നമുക്ക് കിഴക്ക് മുഴുവൻ ഫോറസ്റ്റ് ആക്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ പാഡി ലാൻഡ് ആക്ടാണ്, തൊട്ടപ്പുറത്ത് CRS ഇതാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലം മുഴുവൻ റെഗുലേറ്റഡ് ആണ്. പല കാര്യങ്ങളും തുടങ്ങാൻ തടസ്സമുണ്ട്. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താ, അല്ലെ? നമ്മുടെ പ്രത്യേകതകൾ എന്താ? നമുക്ക് 600 കിലോമീറ്റർ ദൂരം കടലാണ്. പിന്നെ ഈ ചെറിയ സ്ഥലത്ത് 4 വലിയ വിമാനത്താവളങ്ങളാണ്. അപ്പൊ അതാണ് പോർട്ട് സിറ്റി ഏവിയേഷൻ ഹബ് എന്ന ഒരു ആശയത്തിലേക്ക് പോയത്. പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അനന്തമായ സാധ്യതകളാണ് ഈ കാര്യത്തിനുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ശരിക്കും പോർട്ടിൽ നടക്കുന്ന ബിസിനസിനേക്കാൾ ഇൻട്രസ്റ്റ് ഗവൺമെന്റിന് ഔട്ട് ഓഫ് പോർട്ട്, ഔട്ട് ഓഫ് ഹാർബറിൽ നടക്കുന്ന ബിസിനസ്, അതിനാണ് കൂടുതൽ വരുമാനം ഉണ്ടാവുള്ളൂ. എക്സ്ചക്കറിലേക്ക് കൂടുതൽ പണം വരുന്നതിനുള്ള ആക്ടിവിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. കയറ്റുമതിയും ഇറക്കുമതിയും ഉൾപ്പെടെ ചരക്ക് ഗതാഗതം. ഇപ്പൊ കേരളത്തിലെ റോഡിലുള്ള സാന്ദ്ര ഡെൻസിറ്റി ഓഫ് വെഹിക്കിൾസ് എന്താണ്? അതിനകത്തുനിന്ന് ഒരു 50% ലോജിസ്റ്റിക്സ് ഈ കടൽ വഴിയാക്കി മാറ്റിയാൽ തന്നെ റോഡിലുണ്ടാകുന്ന വ്യത്യാസം എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഇതിന്റെ 1/4 എക്സ്പെൻസിൽ, റോഡിലൂടെ കൊണ്ടുപോകുന്നതിന്റെ 1/4 എക്സ്പെൻസിൽ ചരക്ക് ഗതാഗതം നമുക്ക് നടത്താൻ പറ്റും, അല്ലെ? ലോകത്തിന്റെ വ്യാപാരത്തെ, ലോകത്തിന്റെ ഇക്കോണമിയെ നിയന്ത്രിക്കുന്നത് ഈ ചരക്ക് ഗതാഗതമാണ്, കടലിലൂടെയുള്ള ഈ ചരക്ക് ഗതാഗതമാണ്. അപ്പൊ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുക. അതോടുള്ള അനുബന്ധിച്ചുള്ള ബിസിനസ്സുകൾ തീർച്ചയായിട്ടും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉണ്ടാവും. നമ്മുടെ ഉൽപ്പന്നങ്ങളെ, ഇപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങളെ നല്ല വാല്യൂ അഡീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കയറ്റുമതി ചെയ്യാൻ പറ്റും. ഞങ്ങളിപ്പോ പറഞ്ഞു പ്ലാന്റേഷൻസ് എല്ലാം പൂട്ടിക്കിടക്കുകയാണ്. ആ പ്ലാന്റേഷൻസ് തുറക്കാൻ മൾട്ടി ക്രോപ്സ് അവർ അനുമതി കൊടുക്കുകയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. അവക്കാഡോ, റംബുട്ടാൻ തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇതിവിടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ഒറ്റ കണ്ടീഷനാണ് അവരോട് പറയുന്നത്, മൾട്ടി ക്രോപ്സ് കൃഷി ചെയ്യാനുള്ള അനുവാദം തരാം ഓൺ 1 കണ്ടീഷൻ, അതിന്റെ വാല്യൂ അഡീഷൻ ഉണ്ടാവും. നല്ല പാക്കിംഗ് വേണം. ഞാൻ കഴിഞ്ഞ ദിവസം തമാശയായിട്ടല്ല, ഒരിക്കൽ ഫിലിപ്പൈൻസിൽ പോയപ്പോൾ ഒരു അതിമനോഹരമായ പാക്കറ്റ് എന്റെ കയ്യിൽ കിട്ടി. വെൽ പാക്ഡ് ആണ്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ എന്താണെന്നറിയാം, ചക്കച്ചുള. അതൊരു വാല്യൂ അഡീഷൻ നടത്തി നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മളിവിടെ നിലത്ത് വീണ് പോവാണ്. ആ സാധനം അവര് വാല്യൂ അഡീഷൻ നടത്തി അത് ലോകത്തേക്ക് എല്ലായിടത്തേക്കും എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്പൈസസ്, നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, ഇതിനെല്ലാം വാല്യൂ അഡീഷൻ നടത്തി നമ്മുടെ കാർഷിക മേഖലയെ നമ്മുടെ എക്സ്പോർട്ട് കൂടി ആരംഭിച്ചാൽ, ഇപ്പൊ ഇന്നത്തെ എക്സ്പോർട്ട് കൂടി ആരംഭിക്കുകയാണ്, അതിന് നമുക്ക് വലിയ പ്രാധാന്യം കിട്ടും. നമ്മുടെ വെറ്റിനറി ഏരിയയിൽ മാംസവ്യാപാരം, ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മീറ്റ് എക്സ്പോർട്ടേഴ്സ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മീറ്റ് എക്സ്പോർട്ടേഴ്സ് ഇന്ത്യയാണ്. ആ മീറ്റ് എക്സ്പോർട്ടിന്റെ ഒരു ഹബ്ബാക്കി നമുക്കിതിനെ മാറ്റാൻ പറ്റും. നമ്മൾ പിന്നെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടിയിരുന്നത് ഏതിൽ നിന്നാണ്? കേരളത്തിന് സീ ഫുഡിൽ നിന്നാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട്, ഞാൻ ഗവൺമെന്റിന്റെ കാലാവധിയല്ല, തെറ്റിദ്ധരിക്കരുത്, അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കും ഞാൻ പറയുമ്പോൾ, അങ്ങനെയല്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ സീ ഫുഡ് ബിസിനസ് കംപ്ലീറ്റ് ആന്ധ്രയിലേക്ക് പറിച്ചു നടപ്പെട്ടു. ഏകദേശം ഒരു 80% എന്ന് കൂട്ടിക്കും. ഇപ്പൊ വളരെ ഫൈറ്റ് ചെയ്തിട്ടാണ് ആ ബിസിനസ്സിൽ നിൽക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടിയതാണ്. എനിക്ക് സങ്കടം, ആരും ഇടപെടുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. ആന്ധ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഒരുപാട് പാക്കേജ് പ്രഖ്യാപിച്ച് ആ സീ ഫുഡ് ഇൻഡസ്ട്രിയെ, ആ സീ ഫുഡ് എക്സ്പോർട്ടിനെ കംപ്ലീറ്റ് ആന്ധ്രയിലേക്ക് പറിച്ചു നടപ്പെട്ടു. നമ്മുടെ ഇക്കോണമിയെ അത് ഗൌരവതരമായി അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബജറ്റിൽ അരൂരിനെ സീ ഫുഡ് ഹബ്ബാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചത്, അതിനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ പോർട്ടിന്റെ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത ഈ ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായി നമുക്ക് ഫിഷിംഗിന്റെ പ്രോസസ് ഉണ്ടാകും, അതിന്റെ എക്സ്പോർട്ട് ഉണ്ടാവും, നമുക്ക് സീ ഫുഡ് എക്സ്പോർട്ട് ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻസ് ഉണ്ടാവും, ലോജിസ്റ്റിക് പാർക്ക് ഉണ്ടാവും, വെയർ ഹൌസുകൾ കൂടുതലായി ഉണ്ടാകും, ഒരുപാട് സാധ്യതകളാണ്. ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റുകൾ ഉണ്ടാവും.
ഷിപ്പ് മെയിന്റനൻസ് ഉണ്ടാവും, ബങ്കറിംഗ് ഫെസിലിറ്റീസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, HPC, അതുപോലെ BPCL നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബങ്കറിംഗ് ഫെസിലിറ്റീസ് കൊടുക്കാം. അവരുടെ തന്നെ ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മുഴുവൻ റോഡിലൂടെ കൊണ്ടുപോകുന്നതിന് പകരം കടലിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനം, നമുക്ക് കടലുള്ളതുപോലെ തന്നെ മനോഹരമായ വാട്ടർവേസ് ആണ്. നാഷണൽ വാട്ടർവേസ് ഉണ്ട്, വെസ്റ്റ് കോസ്റ്റ് കനാലുണ്ട്, 44 നദികളുണ്ട്. അതിനെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ടൂറിസവുമായി ഇന്റഗ്രേറ്റ് ചെയ്യാം. ക്രൂയിസ് ഷിപ്പിംഗ് ആരംഭിക്കുമ്പോൾ റിവർ ക്രൂയിസും തുടങ്ങാം. നമ്മുടെ അഷ്ടമുടിക്കായലിൽ, നമ്മുടെ വേമ്പനാട്, നമ്മുടെ പെരിയാറിൽ, ചാലിയാറിൽ എല്ലാം റിവർ ക്രൂയിസ് വരും. വലിയ സെമിനാറുകൾ, വലിയ ഫംഗ്ഷനുകൾ എല്ലാം ഈ റിവർ ക്രൂയിസിൽ നടക്കും. വലിയ കപ്പലുകൾ ഒരു സ്ഥലത്തു നിന്ന് പോരും. ഇപ്പൊ നമ്മൾ 2 കാര്യം പെട്ടെന്ന് ചെയ്തു. ഒന്ന്, കൊച്ചിൻ ഷിപ്പ്യാർഡിന് രാമന്തുരത്ത് ഐലൻഡ് നമ്മൾ വിട്ടുകൊടുക്കുക, നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക. ഹൈക്കോടതിക്ക് അടുത്തുള്ള രാമന്തുരത്ത് അവര് ഷിപ്പ് ബിൽഡിംഗിന്റെ ഷിപ്പ് ബ്ലോക്ക് ഉണ്ടാക്കാൻ പോവാണ്. 5000 പേരുടെ എംപ്ലോയ്മെന്റ് ജനറേഷനാണ്. അവിടെ ഇവിടെയൊക്കെ തട്ടിക്കിടക്കായിരുന്നു കുറെ വർഷങ്ങളായി. പെട്ടെന്നാണ് ക്ലിയറൻസ് കൊടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്. ഇൻഡയറക്റ്റ് ആയിട്ട് അത്രയും കൂടി തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടാകും, കൂടുതൽ വ്യാപാരം അവിടെ നടക്കും. കൊച്ചിൻ പോർട്ടിന് നമ്മൾ 10 ഏക്കർ കൊടുക്കാൻ പോവാം. എന്തിനാണെന്നറിയാം? ക്രൂയിസ് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രൂയിസ് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ക്രൂയിസ് ഷിപ്പിംഗ് ഉണ്ടാവും, ഇവിടുന്ന് ഗോവയിലേക്ക് ഉണ്ടാവും. നമ്മുടെ സ്വപ്നം, ഞാൻ കാസർഗോഡ് നിന്നാണ് വിചാരിച്ചത്, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ക്രൂയിസ് ഷിപ്പിംഗ് ആരംഭിക്കണം. പോന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ എത്താൻ കഴിയുന്ന തരത്തിൽ. അപ്പൊ എന്നോട് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു അത് മംഗലാപുരത്ത് നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ ശരി, നമുക്ക് മംഗലാപുരത്ത് നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു. നമുക്കത് ആരംഭിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഈ ബാക്ക് വാട്ടറും അതുപോലെ ഈ ബീച്ച് ടൂറിസം ഇതെല്ലാം തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സാധ്യതകൾ, ടൂറിസത്തിന് ഉള്ള സാധ്യതകൾ നമുക്ക് തിട്ടപ്പെടുത്താൻ. ഞാനിപ്പോഴും ടൂറിസം മിനിസ്റ്ററോട് പറയായിരുന്നു, എത്രമാത്രം സാധ്യതകളാണ് ഈ പോർട്ട് ഡെവലപ്മെന്റ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. വേറെ ഒരു ബജറ്റിൽ ഒരു അനൗൺസ്മെന്റ് കൂടി നടത്തി. എന്താണ്? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മാരിടൈം മ്യൂസിയം. അത് വരണ്ടേ? ലോകത്തുള്ള ആളുകൾ മുഴുവൻ അവിടെ മാരിടൈം മ്യൂസിയത്തിലേക്ക് എത്തണം. ഇപ്പൊ തുടങ്ങും. ഞങ്ങൾ അതിന്റെ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലമൊക്കെ കൊടുക്കും. അതിനൊക്കെ എക്കണോമിക് മോഡലൊക്കെ വേറെയാണ്, കാശില്ലല്ലോ കയ്യില്. അപ്പൊ അത് എക്കണോമിക് മോഡലൊക്കെ വേറെയാണ്. അതൊക്കെ വരും, പൈസയൊക്കെ വരും. അതൊക്കെ അല്ലാതെ തന്നെ ഖജനാവിൽ പൈസ വേണ്ട. ഖജനാവിലേക്ക് ഇങ്ങോട്ടാണ് പൈസ വേണ്ട, അങ്ങോട്ട് കൊടുക്കില്ല. ഇന്നും പൈസ കൊടുക്കും. ആ മാരിടൈം മ്യൂസിയം കേരളത്തിന്റെ മാരിടൈം ഹിസ്റ്ററി, ഇന്ത്യയുടെ മാരിടൈം ഹിസ്റ്ററി, വേൾഡ് മാരിടൈം ഹിസ്റ്ററി ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഏറ്റവും മോഡേൺ ആയിട്ടില്ല. അതിനൊരു ക്യൂറേറ്ററെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ക്യൂറേറ്ററെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂടി വന്ന്, ഒരു വലിയ ടീമാണ്, വലിയ കമ്പനിയാണ്, അവർ കൂടി വന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം ഇവിടെ ഉണ്ടാവും. ഒരു സംശയവും വേണ്ട. അത് ബജറ്റിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. അതിന് ആവശ്യമായ പൈസക്ക് അത് വെച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ അവിടേക്ക് വരണം, കുട്ടികൾ പഠിക്കണം മാരിടൈം ഹിസ്റ്ററി. അത് നമുക്ക് വാസ്കോഡഗാമ ഇവിടെ വന്നപ്പോഴുണ്ടായ ഉരുക്കളുടെ ഫോർമാറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ, ഫോട്ടോസ് എല്ലാം കൊണ്ടുവന്ന് അതേ രീതിയിലുള്ള ഉരുക്കളൊക്കെ ഉണ്ടാക്കി നമുക്ക് വെക്കുകയും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള മ്യൂസിയം ഉണ്ട്. ഓൺലൈനിൽ ആളുകൾക്ക് മ്യൂസിയം കാണാം. പിന്നെ അതിന്റെ സൗണ്ട്, ലൈറ്റ്, ബാക്കിയുള്ള അന്താരാഷ്ട്ര നിലവാരം കീപ്പ് ചെയ്യുന്ന, കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ മാരിടൈം മ്യൂസിയം കാണാൻ ആളുകൾ വരണം. അത് ലക്ഷ്യമാക്കി ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തു വരും, ഉറപ്പായിട്ടുണ്ടാവും.